ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് മെൻസ് 5 എന്ന് പറയുന്ന ഒരു ഗെയിമിൽ ന്യൂ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ പേര് ലെറ്റ്സ് ബിൽഡ് എന്നാണ്. ഓക്കെ, നമുക്കിനി കാര്യം ചെയ്യാം. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ബേസിക് കാര്യം ചെയ്തങ്ങ് തുടങ്ങാം. മരം വെട്ടൽ. നമുക്ക് തെറ്റിയുണ്ട്, ആദ്യം പോയി മരം വെട്ടാം. ഓക്കെ, മരം വെട്ടാൻ തുടങ്ങാം. നമ്മളങ്ങനെ ഈ മരം മൊത്തം വെട്ടുന്നില്ല, ഈ 2 കഷ്ണം മതി. ഓക്കെ, ഇതും കൂടി എടുത്തേക്കാം. ഈ മരം കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മരം വെട്ടിയിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി അല്ലെങ്കിൽ ഇത് മൊത്തം അങ്ങ് വെട്ടിയേക്കാം. ഈ പൊക്കമില്ല, 2 ബ്ലോക്ക് പൊക്കമുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് ഇത്രയും പൊക്കത്തിലുള്ള മരം എങ്ങനെ വെട്ടാൻ പറ്റും? പിന്നെ നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇനി പ്ലാങ്ക് വേണം. പ്ലാങ്ക് ഉണ്ടാക്കി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇവിടെ വെച്ചു. ഇനി ഇതുണ്ടാക്കാം. പ്ലാങ്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ടൂൾസ് ഉണ്ടാക്കാം. ഇത്തിരി കൂടി പ്ലാങ്ക് ഉണ്ടാക്കാം. നമുക്ക് പിക്കാക്സ് മതി. ഇനി നമുക്ക് സ്റ്റോണി ഉണ്ടാക്കാം. കാരണം അവിടെ സ്റ്റോൺ ഉണ്ട്. സ്റ്റോണി ഉണ്ടാക്കാം. പൊട്ടിക്കുക പെട്ടെന്ന് പൊട്ടിക്കുക. നമുക്ക് ഇനി പെട്ടെന്ന് സ്റ്റോൺ മൈനിട്ട് നമുക്കിനി ഈ വേൾഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഓക്കെ, പെട്ടെന്ന് ഒരു സ്റ്റോൺ പൊട്ടിക്കാം. പെട്ടെന്ന്. ഓക്കെ, നമുക്ക് ഈ സ്റ്റോൺ എല്ലാം അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇതും വരട്ടെ. ഒരു ഫർണസും കൂടി ഉണ്ടാക്കണം. അതിപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടാക്കണം. നമുക്കൊരു ബേഫൊക്കെ ആയിട്ട് നമുക്ക് ഫർണസ് ഉണ്ടാക്കിയാൽ മതി. നമുക്കിനി ഇപ്പോഴൊന്നും ബേഫ് സെറ്റ് ചെയ്യാൻ ആലോചിക്കുന്നില്ല. ഇനി നമുക്കൊരു വില്ലേജും ആർമറും ഒക്കെ സെറ്റായിട്ട് നമ്മളിനി ബേഫ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങ് പൊട്ടിക്കാം. നമ്മളിപ്പോൾ ഗെയിം മോഡ് എല്ലാമെന്ന് വെച്ചാൽ നമ്മൾ സർവൈവലിൽ ഈസിയിലാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ബോറായി പോകും ചുമ്മാ ഈ കല്ല് പൊട്ടിക്കണം കാണിച്ചുകൊണ്ടിരുന്ന. ഓക്കെ, നമുക്ക് ഇത്രയും സ്റ്റോണൊക്കെ മതി എന്ന് തോന്നുന്നു. നമുക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഷീപ്പിനെ വേണം. കാരണം നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ നൈറ്റ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഷീപ്പിനെ വേണം. ഈ ഒരു ഷീപ്പ് പോലെ 3 ഷീപ്പ് വേണം. അത്യാവശ്യം 3 ഷീപ്പ്. നമുക്ക് കാര്യം ചെയ്യാം, സ്റ്റോൺ ടൂൾസിലേക്ക് മാറാം. ഒരു ഫോർഡ് ഉണ്ടാക്കി, വുഡ് തീർന്നു, വീണ്ടും വുഡ് ഉണ്ടാക്കി, പ്ലാങ്ക് ഉണ്ടാക്കി. ഇനി നമുക്ക് ഉണ്ടാക്കാം സ്റ്റിക്ക് ഉണ്ടാക്കി, ഒരു ആക്സ്, ഒരു പിക്കാക്സ് മതി. ഇത്രയൊക്കെ മതി. ഓക്കെ, ഇനി ഇത് ഒട്ടിച്ച് കളയാം. ആക്സ് കൊണ്ട് ഒട്ടിച്ചു വേണം. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകാം. ഓക്കെ, അല്ലേ നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഷീപ്പ്. ഇനി 2 ഷീപ്പിനെയും കൂടി കിട്ടിയാൽ നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2 എണ്ണത്തെയും കൂടി വേണം. അത് എവിടെ കിട്ടും? കുറേ ഓടിപ്പോയി നോക്കി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഇങ്ങോട്ട് പോയി നോക്കാം. ഈ പ്ലെയിൻസിലാണ് സാധാരണ ഷീപ്പ് സ്പോൺ ആവാറുള്ളത്. എല്ലാ പ്ലെയിൻസിലും സ്പോണാണ്. ഈ പ്രത്യേകിച്ച് ഈ ബയോമിലാണ് കൂടുതൽ സ്പോൺ ആവാറുള്ളത്. ഇവിടെ എവിടെയോ ഉണ്ട്. ഓടിച്ചാടി നോക്കി നോക്കാം. അതോ ഇരിക്കുന്നു. ഷീപ്പ് കണ്ട് ഷീപ്പ്. ഓക്കെ, നമുക്ക് ഈ ഷീപ്പിനെ അങ്ങ് തീർക്കാം. എന്നാ അപ്പടി അല്ലാതെ ഗെയിം ക്രൂരനായൊന്നുമല്ല. ഈ ഷീപ്പിനെ അങ്ങ് കൊന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ രാത്രി എല്ലാം കൂടി വന്ന് പഞ്ഞിക്കിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷീപ്പിനെ കൊല്ലാൻ. ഞാൻ ക്രൂരനായോണ്ടൊന്നുമല്ല. ഓക്കെ, മരത്തിനെ നടുവഴി. ഇനി നമുക്ക് ഒരു ഷീപ്പും കൂടി മതി. ദോ ഇരിക്കുന്നു എൻ്റെ ലക്ക്. എൻ്റെ ലക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ക് ഈ ലോകത്ത് വേറെ ആർക്ക് വേണം? 3 ഷീപ്പ് ഒറ്റയടി. എന്നാ മതി. ഓക്കെ, ആ എക്സ്പിയും കൂടി നമുക്കൊരു ബെഡും കൂടി ഉണ്ടാക്കാം. നമുക്ക് ബെഡ് ഉണ്ടാക്കാമല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കണം. ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം. ഇനി ആ എക്സ്പിയും കൂടി കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി എൻ്റെ സംസാരം കേൾക്കൂടെ. ഇനി കുറച്ച് നേരം
നൈറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഒരു കുഴി വെട്ടിയിട്ട് ബെഡിട്ട് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ വന്ന് അടിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് കുഴി വെട്ടാം. ഓക്കെ, കുഴി വെട്ട് പെട്ടെന്ന് വെട്ട്. ഇപ്പം നൈറ്റ് ആവും. ഓക്കെ, അത്യാവശ്യം വീതിയൊന്നും വേണ്ട, ഒരു കുഞ്ഞി സ്ഥലം മതി. ഈ കേക്ക് ഫണ്ടമെന്റ് ഇത്രയും പോലെ എത്തി കൂടി കുഴിക്കാം. ഓക്കെ, സ്റ്റോണിൻ്റെ ലെവലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത്തിരി വലുതാക്കാം, ഇങ്ങോട്ടും കൂടി കുഴിച്ച്. ഓക്കെ, ഇനി നമുക്ക് കുഴിച്ച് എന്നിട്ട് നമുക്ക് ബെഡിട്ട് കടന്ന് ഉറങ്ങാം. ഓക്കെ ഉറങ്ങാം. റീസ്പോൺ സെറ്റ് രാത്രി ആയില്ല. ഓക്കെ, ഇൻവെർട്ടറിക്കകത്ത് എന്തൊക്കെയുണ്ട്? ഈ ഡോക്ടറടുത്ത് കൈ വെച്ചേക്കാം രാവിലെ കയറാൻ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ലാലി ഉറങ്ങിയിട്ടുണ്ട്. കാക്ഷു ഗുഡ് മോർണിംഗ് ഗൈസ്. ഇനി നമുക്ക് പില്ലർ ഇത് മുകളിൽ കയറിയിട്ട് പിന്നെ എൻ്റെ ഫംഫാരം എല്ലായിരിക്കും. പിന്നെ ഇനി ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ഫോണും കൂടി പിടിച്ചിട്ട് ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടതാണ് പില്ലേർ ഓഫ്റ്റിൻ്റെ ചീറ്റ് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങോട്ട് ആവശ്യം വരും. ആ ഇലേനെയൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും നമുക്ക്. ഇപ്പോൾ നമുക്ക് ആർമറൊന്നുമില്ല, ആർമറെല്ലാം സെറ്റായിട്ട് പോകാം. ഇതുവഴി കറങ്ങിപ്പോകാം. വേറെ ഫ്രണ്ടിൽ വല്ലതും പോയി പെട്ടാൽ നമ്മൾ കാര്യം അതോ ഗതി. കാരണം നല്ല ആർമറൊന്നുമില്ല. അമ്മമാരുടെ നിന്ന് ക്രോസ് ബോ ഒരെണ്ണം കിട്ടിയാൽ നമ്മളെ കാര്യം തീരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇങ്ങനെ പോകാം. ഇനി നമ്മൾക്ക് അല്ല അയൺ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് നോക്കി പറഞ്ഞ് തീർന്നില്ല. ഇപ്പം ഞാൻ താഴെ പോയി. എൻ്റെ കടിയിൽ എന്തോ ഉണ്ട്, ഒരറ്റ അയണില്ല. എന്തിനാണാവോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് പന്ന സ്ഥലം. ഓക്കെ, നമുക്ക് പോവാം. ഇതെന്തോ കഷ്ടമാണ്, ഗെയിം ഇടയ്ക്കൊക്കെ ലാഗ് ആവുന്നുണ്ട്. അത് ഞാൻ പറയും. ഓക്കെ, പില്ലർ ഇത് കയറാം. പൗഡർ സ്നോ വല്ലോ ഇവിടെ ഉണ്ടോ? പൗഡർ സ്നോ. ഓക്കെ, ദോ അയൺ ഇരിക്കണം. ഡോ അയൺ കിട്ടി. നമുക്ക് അയൺ കിട്ടി, നമ്മളെ ഫസ്റ്റ് അയൺ. ഓക്കെ, പിക്കാക്സ് എടുത്ത് മണിയാം. ലോകല്ല പിക്കാഫ് ഫുഡും അല്ല, പിക്കാക്സ് ആണ്. ഓക്കെ, സ്റ്റോൺ പിക്കാക്സ്. ഇതുകൊണ്ട് നമുക്ക് അയൺ മൈൻ ചെയ്യാം. കുറച്ചുകൂടി കിട്ടുമോ? കുറച്ചുകൂടി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല, തോന്നിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് അയൺ കിട്ടിയിട്ടുണ്ട്. ഈ അയൺ എടുക്കാം. ഇവിടെയുള്ള എല്ലാ അയണും നമുക്ക് കുറച്ചുകൊണ്ട് പോകാം. കാരണം നമുക്ക് അയണ് ആർമർ മാറണം അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം ഫുൾ അയൺ കിട്ടിയാൽ നമുക്ക് ലക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഗ്രൈൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം കുറച്ചായി, നമുക്ക് പോവാം. എവിടെയോ അയണിരിക്കുന്ന പോലെ ഞാൻ കണ്ടായിരുന്നു. എവിടെ ഇരുന്നു? ഇതുപോലെ എവിടെ ഇരിക്കുന്നു? എൻ്റെ ലക്ക്. എവിടെ കയറി സ്ഥലം. ഓക്കെ, ഇനി നമുക്ക് ഈ അയൺ കൂടി അങ്ങ് എടുക്കും. ഇതുമ്പാ നീയും എൻ്റെ കൂടി വാ, നമുക്ക് ടൂർ പോവാം. നീയും വാ, പിന്നെ അടുത്ത നീയും വാ. ഓക്കെ, പിന്നെ നീയും വാ. ഇത്ര ആണോ? എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. മിക്കവാറും ഇന്ന് തന്നെ നമുക്ക് ആർമർ ഫെറ്റിയുള്ള ആവും.
എനിക്ക് തോന്നുന്നു. ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ ആവും. ഓക്കെ, എന്നാൽ പിടി 24 ആണെന്തോ വേണം നമുക്ക് ആർമർ ഫുൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് കിട്ടി. ഇപ്പോൾ 20 എത്ര ആയി കാണും എന്തായാലും. എന്തോ ഇരിക്കുന്നു ഇനിയും ബാക്കിൽ ഒരെണ്ണം കൂടി. എൻ്റെ അമ്മ, ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അയണൊക്കെ ഇവിടെ ഇരുന്ന് പഴകി പോവായിരുന്നു. 21 അയൺ കിട്ടി. 21 അയൺ. ഞാൻ കേബിലൊന്നും കയറിയില്ലേ, ഞാൻ ചുമ്മാ നടന്നു പോയപ്പോൾ കണ്ടാണ്. ഇനി നമുക്കൊരു 4 അയണും കൂടി കിട്ടിയാൽ നമുക്ക് ആർമർ സെറ്റ് ചെയ്യാനുള്ളതായി. നമുക്കിവിടെ തന്നെ കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്കിനി കയറി പോവാം. ഓക്കെ ഞാൻ ഇങ്ങനെ നടന്നു. ഇവിടെ ഒരു ചെറിയ ബ്ലോഫോം ബയോ ഞാൻ കണ്ടു. അതിൻ്റെ തൊട്ട് അവിടെ ആയിട്ട് റൂയിൻ്റെ ബോട്ടിലും. സോ നമുക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അകത്തുള്ള ഗോൾഡ് ആർമർ അങ്ങനെ വല്ലതും കാണും. സോ അതെല്ലാം പോയി എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ, അവിടെ ചെറിയ ബ്ലോഫോം ബയോ ഉണ്ട്. ഇനി നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല എക്സ്പ്ലോർ ചെയ്ത്. ചെറിയ ബ്ലോഫത്തിന് വേണ്ടി നമ്മളെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. നമുക്ക് ഈ കോർഡിനേറ്റ്സിലോട്ട് വന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ചെസ്റ്റ് ഇവിടെയുള്ള ഈ ചെസ്റ്റ് തുറന്ന് നോക്കിയിട്ട് വല്ല ലൂട്ടുണ്ടോ. ഒരു ഗോൾഡൻ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഗോൾഡൻ ചെസ്റ്റ് പ്ലേറ്റ് കുറേ അറിഞ്ഞൂടാ എനിക്ക്. ചെസ്റ്റ് പ്ലേറ്റ് ഫയർ പ്രൊട്ടക്ഷൻ എന്തോ ഉണ്ട്. ഗ്രീൻ എന്തിനു ലിഫ്റ്ററുടെ മരം എന്തോ ഉണ്ട്. ഓക്കെ, ഇതുണ്ട്. പിന്നെ ഒരു കുറേ ലൂട്ടിങ് 3 ഷാർപ്പർ 5 അൺബ്രേക്കിംഗ് എന്തോ ഉള്ള ഒരു ഫോർഡുണ്ട്. പിന്നെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ധ്യാനം ചെയ്യാം. ഈ 2 സാധനങ്ങൾ എടുത്തിട്ടാണ് എന്തോന്നാ നമ്മളെ ഹെൽമെറ്റും ഉണ്ട്. ഇതിനകത്ത് ഫയർ പ്രൊട്ടക്ഷൻ അൺബ്രേക്കിംഗ് 3, ഇതിനകത്ത് പ്രൊജക്ഷൻ 4 ട്രോൺസും. ഓക്കെ, രാത്രിയായി, നമുക്ക് കടന്നുറങ്ങാം. ബെഡ് കിടുക. സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, രാത്രിയാവുന്നില്ല. നൈറ്റ് ആവുമോ? ഓക്കെ, ഞാൻ അങ്ങനെ കടന്നുറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ആർമറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഗോൾഡ് ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചുകൊണ്ട് പോകണം. ആ ഗോൾഡ് ബ്ലോക്ക് എൻ്റെ സ്വന്തം. ഓക്കെ, പിന്നെയും പൗഡർ സ്നോ ഗൈസ്, ഇത് പൊട്ടിച്ചോളാം. ഒരു നിമിഷം എൻ്റെ ജീവൻ പോയി. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ പൗഡർ സ്നോ ആണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇതുവഴി പോവാം. ഓക്കെ, ചെറിയ ബ്ലോഫും പോയാം. ഇറങ്ങിച്ചെന്ന് നോക്കാം. ചെറിയ ബ്ലോഫും പോയാം. ഓക്കെ, ഒരു ആടെ കളിക്കണം. ആട്
അടുത്തൊരു ആൻ കണ്ട് ഞാൻ, അതുകൊണ്ട് ആ ആൻ നമുക്കത് പോയി ഒന്ന് മൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ആൻ കണ്ടതൊന്നും പറയല്ലോ. ഓക്കെ, ഇനി എല്ലാം നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഈ ആൻ എടുക്കാം, പിന്നെ അതുകൊണ്ട് തൊട്ട് ഇപ്പുറത്തെടുക്കണം ഈ ആൻ എടുക്കാം. ഇപ്പം ആർമർ സെറ്റ് ചെയ്യാനും ടൂൾസ് സെറ്റ് ചെയ്യാൻ ഉള്ള എല്ലാം ആയി. ഓക്കെ, ഇതും എടുക്കാം. ഇവിടെ മൊത്തമാണ് എടുത്തോണ്ട് നമ്മൾ പോവും. ഇതും എടുക്കാം, പിന്നെ ഇതും താഴെ പോലല്ലോ, എൻ്റെ അടുത്ത് വന്നോണം. ഓക്കെ, ഇനി നമുക്ക് പോവാം. ഞാൻ ഇങ്ങനെ കേവ് കണ്ടിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ അടുത്ത് ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരാ കുഴി വീണ്? ഞാനൊന്നും വീണില്ല. ആര് വീണ്? അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ 100 ലോക്ക് പോകണമല്ലോ. വില്ലേജ് ഉണ്ട് ഞാൻ സംഭവിച്ചിട്ടില്ല. നമ്മൾ അടുത്ത എപ്പിസോഡ് എന്തായാലും വില്ലേജ് കണ്ടുപിടിക്കും. ആ എപ്പിസോഡ് ഞാൻ വെയിറ്റ് ചെയ്യാം. ഗുഡ് ബൈ.